ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഐ നോബഡി കണ്ടു. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. കാരണം ഒരു സിനിമയ്ക്ക് അതിൻ്റെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിച്ച്, അല്ലെങ്കിൽ അതിനൊരു ഒരു ഉത്തമ ഉദാഹരണമാണ് ഐ നോബഡി എന്നുള്ള സിനിമ. കാരണം നമുക്കിപ്പോൾ ഒരു സിനിമ കാണുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് മോശമാണെങ്കിലും സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ ഗംഭീരമാണെങ്കിലും നമുക്ക് അത് മാത്രമേ മൈൻഡിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഹാഫിനെ പറ്റി നമ്മൾ മറന്നു പോകും. പക്ഷേ ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഗംഭീരമാണ്, കിടിലാണ്, തീയാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫ് തുടങ്ങി പിന്നീട് അങ്ങോട്ട് കഥ നമ്മൾ കണ്ട രീതിയല്ല, വേറെ എന്തൊക്കെയോ ആയി പോകുന്നുണ്ട്. ക്ലൈമാക്സോടൊക്കെ വരുന്ന സമയത്ത് നല്ല എഴച്ചിലൊക്കെ ആയിട്ട് ശോകമാണ്. കുറേ അൺവാണ്ടഡ് സീൻസ് ഉണ്ട്, നല്ല ലെങ്ത് ഉണ്ട് സിനിമയ്ക്ക്. അതിനൊന്നും ആവശ്യമില്ല, കട്ട് ചെയ്ത് കളയാനൊക്കെ ഇഷ്ടംപോലെ സീൻസ് ഉണ്ട്. അതൊക്കെ വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പം പടം ഒരു ഹേസ്റ്റ് കഴിഞ്ഞ് തുടങ്ങുന്ന സിനിമയാണ്. തുടക്കം മുതൽ അതായത് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോൾ തൊട്ട് നമുക്ക് പടം ഓണായി തുടങ്ങുക. അപ്പോൾ ഒരു ഹേസ്റ്റിനെ തുടർന്ന് അതിലേക്ക് അകപ്പെട്ടു പോകുന്ന നോബഡി, ഒരു മെയിൻ ക്യാരക്ടർ രാജീവൻ, നമ്മുടെ രാജുവേട്ടൻ്റെ ക്യാരക്ടർ. അതിനെ തുടർന്ന് പുള്ളിയുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് സിനിമ പറയുന്നത്. പുള്ളിയുടെ ഫാമിലി അതിനെ അനുഭവിക്കുന്ന, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, കേസും, പിന്നീട് ആ ഒരു ഹേസ്റ്റിൻ്റെ കോൺസിക്വൻസസ്. കാരണം ഇതിൽ ഹേസ്റ്റ് നടത്തുന്നവർ തുടക്കം തന്നെ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇതിനകത്തുള്ളത് രാജീവൻ മാത്രമാണ്. എന്നാൽ രാജീവൻ ഇതിന് പങ്കുമില്ല. പക്ഷേ രാജീവൻ ഇതിൽ അകപ്പെട്ടു പോവുകയും ഈ സമൂഹം മൊത്തവും പുള്ളിക്ക് എതിരാവുകയും, നമ്മുടെ ജോൺ വിക്കിനെയൊക്കെ പോലെ, ജോൺ വിക്ക് ഞാൻ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്ഷനും ഇല്ല, പക്ഷേ അതിനകത്ത് ജോൺ വിക്കിന്റെ പുറകെ ബൗണ്ടി ഹണ്ടേഴ്സ് പോകുന്നത് പോലെ ഇതിനകത്ത് മൂവിങ് ട്രഷർ എന്നാണ് രാജുവിനെ തന്നെ വിശേഷിപ്പിക്കുന്നത്. പുള്ളിനെ ഈ സമൂഹം നേരിടുന്നതും വേട്ടയാടുന്നതും പുള്ളി അതിനെ നേരിടുന്നതൊക്കെയാണ് സിനിമ. പടത്തിന്റെ തുടക്കം ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഫസ്റ്റ് ഫൈറ്റ് ഉണ്ട്. പിന്നെ പടത്തില് മുക്കിൽ ഫൈറ്റാ. റോഡിൽ ഫൈറ്റ്, ബസ്സിൽ ഫൈറ്റ്, കാറിൽ ഫൈറ്റ്, എന്താ പറയണ, ലിഫ്റ്റിൽ ഫൈറ്റ്, ഫ്ലാറ്റിൽ ഫൈറ്റ്, പോലീസ് സ്റ്റേഷനിൽ ഫൈറ്റ്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് സിനിമ നോബഡി ഇല്ലേ, അതിനകത്തൊക്കെ ആ ബസ്സിലെ ഫൈറ്റ് സീനൊക്കെ ഇതിനകത്ത് റിക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, നടന്നിട്ടില്ല. പിന്നെ ഫൈറ്റൊക്കെ ഗംഭീര ഫൈറ്റ് ആയിരുന്നു. ഇതിന്റെ വിഷ്വൽ എഡിറ്റ് ഒരു രക്ഷയില്ലാത്ത എഡിറ്റ് ആയിരുന്നു. പക്ഷെ അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചില റീൽ കട്ട്സ് ഒക്കെ ഉണ്ട്, അതായത് ഇങ്ങനെ പെട്ടെന്ന് മാറി പോകുന്ന രീതിയിലുള്ള അതുപോലത്തെ കുറെ കട്ട്സ് ഉണ്ട്. അത് എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നി. പക്ഷേ എഡിറ്റൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ എടുത്തു പറയാൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ജേക്സ് ബിജോയ്. പുള്ളി പുതിയ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കിഡിലുമാണ്. മൈന്യൂട്ട് സാധനങ്ങളുണ്ട്, അതെല്ലാം അടിപൊളിയായിട്ടാണ് നമുക്ക് ഫീൽ, ആ ഒരു നമ്മളെ ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സീൻ എന്താണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ്. പിന്നെ പാട്ടുകളൊക്കെ കുറെ ഹിന്ദി പാട്ട് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഓക്കെ, പക്ഷെ നല്ലതായിരുന്നു, സീനിന് നല്ലതായിരുന്നു. പിന്നെ എന്താ, രാജുവേട്ടൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഫൈറ്റ് സീൻസിലൊക്കെ ആയാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഗവൺമെന്റ് എംപ്ലോയിക്ക് ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇത് വെറുതെ നിൽക്കുന്ന ഒരാൾ തുടക്കം മുതലേ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എല്ലാം നല്ല പ്രൊഫഷണൽ ഫൈറ്റ്സ് ആയിരുന്നു. അപ്പം അതൊരു ഇതായിട്ട് തോന്നി. പക്ഷെ അത്രയും ഫൈറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറേ സീൻസ് അൺവാണ്ടഡ് ആയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഒന്നത്. പിന്നെ പാർവതിക്ക് എല്ലാ സിനിമയിലും ഉള്ള പോലെ തന്നെ ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു ആ ഒരു മസിൽ പിടുത്തവും ആ ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. പിന്നെ 2 കുട്ടികളുണ്ട്, അവർ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. നമ്മളെ പഴയ മധുബാലിനെയൊക്കെ തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹക്കീം ഷാ തുടക്കം മുതലേ ഉണ്ട്, നല്ല ഗംഭീര ക്യാരക്ടറാണ്, നല്ല അടിപൊളിയായിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അവസാനമൊക്കെ ആവുന്ന സമയത്ത് പടം വേറെ എന്തൊക്കെയോ പൊളിറ്റിക്കൽ സംഭവങ്ങൾ, പിന്നെ നമ്മുടെ സമൂഹത്തിലെ സംഭവങ്ങൾ, കുറെ മെസ്സേജസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇട്ട് ഓരോ അടി കൊടുക്കുന്നുണ്ട് ന്യൂസിൽ, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ആയാലും പിന്നെ ന്യൂസ് ചാനൽസൊക്കെ ആയാലും മീഡിയാസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ സി എം എന്ന് പറയുന്നത് നമ്മുടെ പിണറായി സഖാവ് ഇരുന്ന സമയത്തുള്ള കഥയാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്കിട്ടുള്ള കൊട്ടായാലും എല്ലാം ഉണ്ട്. വിജയരാഘവനാണ് CM ആയിട്ട് വരുന്നത്. കൂടെ നന്ദുവും മറ്റേ ക്യാരക്ടർ പുള്ളിക്കാരനൊക്കെ ഉണ്ട്. പക്ഷേ അയാളൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് 1-2 സീനൊക്കെ ഉള്ളൂ. പിന്നെ അവസാനം
നമുക്കറിയാം. ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ടുവെച്ചാണ് സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെടത്തില്ല. അതാണ് ആക്ച്വൽ സംഭവം. അവസാനം അവർ ഫീൽ ഗുഡൊക്കെ പോലെ എന്തൊക്കെ ആക്കിയിട്ടുണ്ട്. അതൊന്നും വേണ്ടായിരുന്നു. ഒരു പക്ക ആക്ഷൻ മൂവി ആയിട്ട് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയും കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. അത് ചെയ്തില്ല. അതാണ് അതിൻ്റെ തെറ്റുപറ്റി പോയത്. റൊഷാക്കിൻ്റെ ഡയറക്ടറൊക്കെയാണ്, പക്ഷേ അതിൻ്റെ ഏഴെഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ടില്ല. പടം ഒരു ആവറേജ് ആണ്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആവറേജ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.